നമസ്കാരം. ഹെൽത്ത് ടോക്കിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പടരുന്ന പനിയും ഷിഗല്ലയും പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് ഡോക്ടർ ജയകുമാർ സി മറുപടി നൽകും. സർ, സ്വാഗതം ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക്. ഇപ്പോൾ ഈ വർഷം മാത്രം 4 ഷിഗല്ല മരണമാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. സ്വാഭാവികമായും ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട്. അപ്പോൾ എന്താണ് സർ ഡോക്ടർ യഥാർത്ഥത്തിൽ ഈ ഷിഗല്ല എന്ന് പറയുന്നത്? സാധാരണ വയറിളക്കത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു അസുഖം വ്യത്യസ്തമാകുന്നത്? ഷിഗല്ല എന്ന് പറയുന്നത് ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രത്യേകതരം അണുബാധയാണ്. നമുക്ക് മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് അസുഖങ്ങൾ, അതായത് 2-3 തരത്തിലുള്ള അസുഖങ്ങൾ നമ്മളെ കോമൺ ആയിട്ട് വരാറുണ്ട് കേരളത്തിൽ. ഒന്ന്, വെള്ളത്തിൽ ഒരു കണ്ടാമിനേഷൻ കൊണ്ട് അതിൽ വെള്ളത്തിൽ കൂടെ വ്യാപിക്കുന്ന കുറേ അസുഖങ്ങൾ വരും. അത് വൈറസ് കൊണ്ടാവാം, ബാക്ടീരിയ കൊണ്ടാവാം, വേറെ എന്തെങ്കിലും അണുബാധ, അമീബ പോലത്തെ, പ്രോട്ടോസോവ പോലുള്ളതാവാം. പക്ഷേ അതിൽ ഒരു തരം ബാക്ടീരിയ കൊണ്ടുവരുന്ന ഒരു സീരിയസ് ടൈപ്പായിട്ടുള്ള ഇൻഫെക്ഷനാണ് ഈ ഷിഗല്ല എന്ന് പറയുന്നത്. ഷിഗല്ല കുറേ ടൈപ്സ് ഉണ്ട്. അണുബാധ നമ്മൾ ഫുഡ് പോയ്സണിങ് എന്നൊക്കെ പറഞ്ഞ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വയറിളകാറുണ്ട്. അത് ചാൽമണല്ല അതുപോലത്തെ ചെറിയ അസുഖങ്ങളും, അല്ലെങ്കിൽ കോളി പോലത്തെ ബാക്ടീരിയ കൊണ്ടുവരുന്നത് അത്ര സിവിയർ ആവാറില്ല. 2-3 ദിവസം വയറിളവും, നമ്മൾ കുറേ വെള്ളം കുടിക്കും, റെസ്റ്റ് എടുക്കും, അങ്ങ് പോവും. ഈ ഷിഗല്ലയുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് പല ടൈപ്പ് ഉണ്ട്. ഒരു 40 സീറോ ടൈപ്പ് ഉണ്ട്. അത് തന്നെ അതിൽ ഗ്രൂപ്പ് A, B, C, D ഇങ്ങനെ കുറേ ടൈപ്സ് ഉണ്ട്. അതിൽ 1-2 ടൈപ്പുകൾ ഏറെ ഗുരുതരമായ അവസ്ഥ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ കുറേ കേസസ് റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, വയനാട്, അവിടെയൊക്കെ കണ്ടത് ഷിഗല്ല സോണി എന്ന് പറയുന്ന ഒരു ടൈപ്പ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ഷിഗല്ല സോണി തമ്മിൽ ഭേദമാണ്. ഈ ഫ്ലെക്സിനേറി ഡിസെൻട്രി എന്നൊരു ടൈപ്പ് ഉണ്ട്. ഇത് രണ്ടും ഭയങ്കര ഗുരുതരമായിട്ട് വരുന്നതാണ്. സാധാരണ നമ്മുടെ ബാക്ടീരിയയൊക്കെ വയറ്റിൽ അണുബാധ വന്നു കഴിഞ്ഞാൽ അത് കുടലിനകത്ത് നിൽക്കും. അത് ഇൻവേസീവ് ആവത്തില്ല. അതായത് കുടലിനകത്തുനിന്ന് അതിൻ്റെ കുടലിന് ചുമരിലോട്ടോ അല്ലെങ്കിൽ മ്യൂക്കോസ എന്ന് പറയുന്ന അകത്തോട്ട് കടക്കാറില്ല. പക്ഷേ ഷിഗല്ലയ്ക്ക് ഇതിനകത്തോട്ട് കടന്നു കയറാനൊരു പ്രത്യേക കഴിവുണ്ട്. അത് കടന്നു കയറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു സിവിയർ പനിയും വിറയലും നമ്മുടെ ശരീരം പ്രതികരിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള റിയാക്ഷൻ വരും. ആ ബാക്ടീരിയ വളർന്നിട്ട് അവിടെ ഒരുപാട് കെമിക്കൽസും ടോക്സിൻസും ഒക്കെ ഉണ്ടാക്കും. ഇത് ബ്ലഡിൽ കയറാം. ഇത് കയറിക്കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് അസുഖം പല അവയവങ്ങളെ ബാധിക്കും. അതല്ലാതെ അതിൽ ഒരെണ്ണം ഈ ഹിമോളിറ്റിക് യൂറിമിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് പലപ്പോഴും മരണത്തിലേക്ക് നയിക്കുന്നത്. ഈ മരണത്തിലേക്ക് നയിക്കുന്നതാണ് നമ്മളെയൊക്കെ വലിയ രീതിയിൽ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം ഞാൻ പറഞ്ഞതുപോലെ 4 മരണമാണ് ഈ വർഷം മാത്രം ഉണ്ടായത്. അപ്പോൾ ഈ ഷിഗല്ലയ്ക്ക് പ്രത്യേക ചികിത്സയോ അല്ലെങ്കിൽ വാക്സിനോ ഒന്നും ഇല്ലേ ഡോക്ടർ? വാക്സിൻ ഇതുവരെ ഇല്ല, വാക്സിനായിട്ടില്ല. പക്ഷേ കഴിയുന്നത് വേഗം ഇത് കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണ് പ്രൈമറിലി. ആദ്യം ഏത് രോഗമായാലും ഒഴിവാക്കുന്നതാണ് പ്രാഥമികം. ഇത് 1-2 കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് വളരെ എളുപ്പം വ്യാപിക്കുന്ന ഒരു അസുഖമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഷിഗല്ല ഉള്ള ഒരാൾ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്ന് ആ ഒരു ഡോറിൻ്റെ നോബി പിടിച്ചാൽ പോലും അതിൽ നിന്ന് തന്നെ അടുത്തയാൾക്ക് കിട്ടാം. അയാൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളോ ആ കട്ടിലോ ടവൽ ഉപയോഗിച്ച് അതിൽ നിന്നും കിട്ടാം. അതുപോലെ ഹൈലി കണ്ടേജിയസ് എന്ന് പറയും, എളുപ്പം കിട്ടാൻ സാധ്യതയുള്ളതാണ്. പെട്ടെന്ന് പടരുന്ന രോഗമാണ്, എളുപ്പം പടരും. അതുകൊണ്ട് സൂക്ഷിക്കണം. അത് ഹോട്ടലിലോ അവിടെയൊക്കെ പോയി ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അറിയത്തില്ല അവിടെ ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരെന്താണ്. ഈവൻ ഇൻഫെക്ഷൻ വന്ന് വയറിളക്കം മാറിക്കഴിഞ്ഞാൽ പോലും അടുത്ത 7 ദിവസത്തേക്ക് ആ രോഗിയിൽ നിന്ന് അടുത്താക്കി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾക്ക് അസുഖം ബാധിച്ചാൽ ആ വീട്ടിൽ എല്ലാവർക്കും അത് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അത് ആ വീട്ടിലെ പേഴ്സണൽ, അതായത് ഹൈജീൻ പോലെ ഇരിക്കുന്നു. സാധാരണ നമ്മൾ പറയുന്നത് ഷിഗല്ല കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ രോഗിയെ ഐസൊലേറ്റ് ചെയ്യുക, ഒരു റൂമിൽ തന്നെ ഇരുത്തുക. അതായത് ബാത്റൂമിൽ പോയിട്ട് വന്നാൽ ഒരു 20 സെക്കൻഡെങ്കിലും സ്ക്രബ് ചെയ്ത് കൈ കഴുകുന്ന പ്രവണത ഫോളോ ചെയ്യുക. പുള്ളി ഉപയോഗിക്കുന്ന തുണികളോ ബെഡ്ഷീറ്റോ ടവലോ ഒന്നും വേറെ ആരും ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ഫുഡ് ഹാൻഡിൽ ചെയ്യാൻ അനുവദിക്കരുത്. ആഹാര പദാർത്ഥങ്ങൾ, ഫോർ എക്സാമ്പിൾ കുക്ക് ചെയ്യുന്ന ആളോ ആഹാര പദാർത്ഥങ്ങളൊന്നും തൊടാതിരിക്കുന്നതാണ് ബെസ്റ്റ്. ഇപ്പോൾ ഒരു പനിക്കാലം കൂടിയാണ് ഡോക്ടർ. ഷിഗല്ലയ്ക്ക് അപ്പുറത്തേക്ക് എവിടെ നോക്കിയാലും എല്ലാവർക്കും പനിയും കോൾഡുമാണ്. ഈ പറയുന്നത് എനിക്ക് പോലും ഇപ്പോൾ ഡോക്ടറോട് സംസാരിക്കുന്ന എനിക്ക് പോലും അസുഖമുണ്ട്. അപ്പോൾ എന്താണ് ഈ പനിക്കാലത്തിനൊരു ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഇങ്ങനെ പനി കൂടുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? കാലാവസ്ഥയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ? കാലാവസ്ഥയാണ് മേജർ കാര്യം. കാലാവസ്ഥ തന്നെയാണ്. അത് 3 തരത്തിലാണ് ഇത് വരുന്നത്. ഒന്ന്, മഴ വരുമ്പോൾ ഈ വാട്ടർ അതായത് ഈ വെള്ളത്തിൽ കണ്ടാമിനേഷൻ കൂടും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സിറ്റിക്കകത്ത് തന്നെ
സാനിറ്റേഷൻ എത്ര നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതായത് ഒരു കോമ്പൗണ്ടിനകത്ത് ഒരു കിണർ കുഴിക്കുന്നു, തൊട്ടടുത്ത കോമ്പൗണ്ടിൽ സെപ്റ്റിക് ടാങ്ക് വയ്ക്കുന്നു, ആ ബാത്റൂമിനുള്ളത് അതൊക്കെ എത്രത്തോളം അതിന് എന്തൊക്കെയോ ഗൈഡ് ലൈൻ ഇതൊക്കെ ഉണ്ട്. 7 മീറ്റർ അപ്പുറത്തെ വയ്ക്കാവുന്നൊക്കെ ഉണ്ട്. എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് നമുക്കറിയില്ല. മഴക്കാലം വരുമ്പോൾ ഇത് ഓവർലോഡാവും. സാധാരണ വേനൽക്കാലത്ത് വെള്ളം 1 മീറ്റർ പോവുകയാണെങ്കിൽ 6-7 മീറ്റർ പോവും. അങ്ങനെയൊക്കെ വരുമ്പോൾ അണുക്കൾ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ ഓട ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നതും അതിൽ നിന്ന് ഓവർഫ്ലോ ചെയ്യുന്നതൊക്കെ വരും. അങ്ങനെ വാട്ടർ ബോൺ ഡിസീസസ് എന്ന് പറയുന്ന കുറേ അസുഖങ്ങൾ വരും. രണ്ടാമത്തത് വെക്ടറാണ്. ഈ ഏഡിസ് പോലത്തെ കൊതുക്കൾ. ഈവൻ ഏഡിസ് കൊതുക് ഒരു മുട്ടയിട്ട് വെച്ചാൽ 8 മാസം ആ മുട്ട അവിടെ തന്നെ കാണും. എപ്പോൾ മഴ വരുന്നോ അപ്പോൾ അത് ലാർവായിട്ട് മാറും. ഓക്കെ ഡോക്ടർ, ഒന്ന് തുടരണം. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കിളിമാനൂരിൽ നിന്നും ഷിനു ആണ്. ഷിനു, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, അതെ, എനിക്ക് 2 ദിവസം കൊണ്ട് പനി. ഓക്കെ, പറഞ്ഞോളൂ. സംശയം എന്താണ് ഷിനുവിന്റെ? 2 ദിവസം കൊണ്ട് പനി, ശരീരവേദനയും ഇതും ഭയങ്കരമായിട്ട്. പനി അല്ലാതെ മൂക്കൊലിപ്പ്, തൊണ്ടവേദന, ചുമ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ചുമയുണ്ട്, പക്ഷെ അത് കഫമൊന്നും വരുന്നില്ല. കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് തിരുവനന്തപുരത്തും പരിസരത്തും ഒരുപാട് പേർക്ക് കാണുന്നുണ്ട് ഈ തൊണ്ടവേദന, ചെറിയ ചുമയും പനിയും വരുന്നു. ഇത് വൈറസ് മൂലമുള്ളതാണ് മിക്ക ആൾക്കാർക്കും. ശരീരവേദനയുണ്ടോ? ഷിനുവിന് കേൾക്കാമോ? ചുമയുണ്ടെങ്കിലും പക്ഷെ കഫമൊന്നുമില്ല. ഒരു വല്ലാത്ത ഇത് സാധാരണ വൈറസ് ആണെങ്കിൽ ഒരു 2-3 ദിവസം കൊണ്ട് ആ ചുമ കുറയും. നിങ്ങൾക്ക് ചെയ്യാവുന്നത് രക്തം ഒന്ന് പരിശോധിച്ച് നോക്കുക. ഈ വൈറസ് ആണോ ബാക്ടീരിയ ആണോ ഇത് ഉണ്ടാക്കുന്നതെന്ന് രക്തപരിശോധന കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടാൽ അത് രോഗത്തിൻ്റെ അവസ്ഥ അനുസരിച്ച്, നിങ്ങൾ പറഞ്ഞ പോലെ ഭയങ്കര അസ്വസ്ഥത എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു എക്സ്റേ എടുത്ത് നോക്കിയാൽ ചെസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു എനിക്ക്. അതാണ്. അത് ആർക്ക് വേണേലും എപ്പോൾ വേണേലും വരാം മോനെ. പേഷ്യൻറ്റിന് രോഗം വരാൻ ഈ തണുപ്പ് കാലത്ത് എല്ലാവരും അടഞ്ഞുകൂടി ഒരു സ്ഥലത്തായിട്ട് ഇരിക്കുന്നത് ഈ എയറിൽ കൂടെ സ്പ്രെഡ് ചെയ്യുന്ന വൈറസൊക്കെ എളുപ്പം സ്പ്രെഡ് ചെയ്യില്ലേ. അതുകൊണ്ട് കിട്ടിയതാണ്. വീട്ടിലാർക്കെങ്കിലും ഉണ്ടായിരുന്നോ പനി? അത് തന്നെ അടുത്ത് നിൽക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇത് വൈറസ് തന്നെ ആയിരിക്കും. ഒരാളുടെ നിന്ന് അടുത്ത ആളെ കിട്ടിയിട്ടുണ്ട്, പുറത്തുനിന്ന് ആരെങ്കിലും കിട്ടിക്കാണും. സാധാരണ വൈറസ് അസുഖങ്ങളെല്ലാം തനിയെ ശമിക്കും. കുറേ കഴിയുമ്പോൾ തനിയെ തന്നെ കുറയും. ഒരു വേദന അത് അമിതമായിട്ടുണ്ടാകുമെങ്കിൽ ഒരു പാരസെറ്റമോൾ എടുക്കുക. എന്നിട്ട് ആൻറ്റിബയോട്ടിക് വേണമെന്നുള്ളത് രക്തപരിശോധനയോ അല്ലെങ്കിൽ അത് മതി. ഡോളോ പനി ഉള്ളപ്പോൾ 100 കൂടുതൽ പനി ഉണ്ടെങ്കിൽ ഒരു ഡോളോ കഴിക്കുക. 2 ദിവസം കൊണ്ട് പനി കുറയുന്നില്ല, അല്ലെങ്കിൽ ചുമ കൂടുന്നു, അല്ലെങ്കിൽ മഞ്ഞ കഫം വരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലോ ഡോക്ടറെയോ കാണുക. ചുമച്ചിട്ടും കഫമൊന്നും വരുന്നില്ല, ചുമയുണ്ട്. അത് അതായത് ഡ്രൈ ആയിട്ട്. ഡ്രൈ ചുമ യൂഷ്വലി വൈറസിലാണ് വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് 2 ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്തുള്ള ഡോക്ടറെ കാണിക്കുക. എക്സ്റേ എടുക്കണമെങ്കിൽ എടുത്ത് നോക്കുക. മഞ്ഞ കഫം വരികയാണെങ്കിലോ കടുത്ത പനി കൂടുകയാണെങ്കിലോ നമുക്ക് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ പോവാം. ശരി, താങ്ക് യു ഷിനു. അപ്പോൾ സംശയങ്ങൾക്ക് മറുപടി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, നമ്മൾ പനിയെക്കുറിച്ച് പറഞ്ഞു. വീണ്ടും ഈ ആളുകൾക്ക് കൂടുതലും ഷിഗല്ല എന്നുള്ള ഒരു അസുഖത്തിനെ കുറിച്ച് അറിയാനാണ് താല്പര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഷിഗല്ല ആണ് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ പ്രധാനമായും? അല്ലെങ്കിൽ ഇന്ന ലക്ഷണം കാണുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ഡോക്ടറെ കാണണം എന്ന് തോന്നുന്നത് എപ്പോഴാണ്? ഷിഗല്ല മറ്റെല്ലാ വയറിളക്കം ഉണ്ടാക്കുന്ന അസുഖം പോലെ ഷിഗല്ലയും ചിലരുടെ ശരീരത്തിൽ ഘടനാപരമായിട്ടുള്ള വ്യത്യാസം കൊണ്ട് മൈൽഡായിട്ട് ചെറിയ തോതിലേ വരാറുള്ളൂ. പക്ഷേ ഷിഗല്ല മറ്റ് വയറിളക്കത്തിനെ അപേക്ഷിച്ച് നല്ല പനി വരും, നല്ല വയറുവേദന വരും, മലത്തിൽ കൂടെ രക്തം കാണും. ഇത് 3ഉമാണ് ഏർലി സൂചന. അതായത് വെള്ളം പോലെ പോവാം, അത് തനിയെ അങ്ങ് ലിമിറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. തനിയെ തന്നെ നമ്മുടെ ബോഡി തന്നെ അത് കൈകാര്യം ചെയ്ത് ക്ലിയർ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ മലത്തിൽ കൂടെ രക്തം വരികയും കിടുങ്ങലോട് കൂടിയ പനി വരികയും അമിതമായ വയറുവേദനയും വരികയാണെങ്കിൽ ഡോക്ടറെ കാണുന്നതാണ് നല്ലത്. കുട്ടികൾക്കും വയോധികർക്കുമാണോ കൂടുതലായും? കാരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതിൽ കൂടുതലും കുട്ടികളാണ്. അപ്പോൾ അവരെയാണോ കൂടുതലായിട്ട് ഷിഗല്ല അഫക്റ്റ് ചെയ്യുന്നത്? എല്ലാ വയസ്സിലുള്ളവരെയും അഫക്റ്റ് ചെയ്യും. പക്ഷേ കുട്ടികൾക്കും വയസ്സായ പ്രതിരോധ ശക്തി കുറവുള്ള ആൾക്കാർക്കും അമിതമായി ഇത് ബാധിക്കും. സീരിയസ് ആവും, കൂടുതലായിട്ട് ആപത്ത് കൂടുതലാണ്. ശരി ഡോക്ടർ, നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകയുണ്ട്. അഞ്ജലിയാണ് തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നത്. അഞ്ജലി, ചോദിച്ചോളൂ ഡോക്ടറോട്. സംശയം എന്താണ്?
അഞ്ജലിയുടെ കോള് കട്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ഡോക്ടർ ജയകുമാർ സി ആണ് നമുക്കും തുടരുന്നത്. ഡോക്ടർ, നമുക്കൊരു അതിഥിയുണ്ട്, മാഹിനാണ് കണ്ണൂരിൽ നിന്ന്. മാഹിൻ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, ചോദിച്ചോളൂ, കേൾക്കാം. പറയൂ. അത് എങ്ങനെ വരുന്നേ ഡോക്ടർ? എന്താണ്, ഒന്നുകൂടെ പറയൂ, എന്താണ് ചോദിച്ചത്? അതെ ഡോക്ടർ, ഈ ഷുഗർ എങ്ങനെ വരുന്നത്? ഷിഗല്ല എങ്ങനെയാണ് വരുന്നത്, അതാണോ അറിയേണ്ടത്? അതെ, ഷിഗല്ല എങ്ങനെയാണ് പനി പിടിച്ചിട്ടോ അല്ല ജലദോഷം പിടിച്ചോ ഷുഗർ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഇത് കാരണങ്ങൾ? ഷിഗല്ലയാണ് ഉദ്ദേശിക്കണമെങ്കിൽ അതിൽ പനി, ജലദോഷം, ചുമ, തൊണ്ടവേദന ഇതൊന്നും കാണത്തില്ല. ആദ്യമായിട്ട് വയറിളക്കമാണ് കാണുന്നത്. മലത്തിൽ മലം ലൂസാവും, പിന്നെ വെള്ളം പോലെ പോവും. കഠിനമായ അസുഖമാണെങ്കിൽ രക്തം കാണും, വയറുവേദന കാണും, കഠിനമായ വയറുവേദന കാണും. ഓരോ പ്രാവശ്യം ബാത്റൂമിൽ പോകും മുമ്പേയും വയറ് മുടക്കി വേദന എടുക്കും. പിന്നെ പനിയും വിറയലും കൂടെ കാണാറുണ്ട്. ഈ സാധാരണ വൈറസൊക്കെ കൊണ്ടാണെങ്കിൽ വലിയ പനി കാണത്തില്ല. ഒരു ചെറിയ ചൂട് ഒരു 99, 100 വരാം. ഇതിൽ 103, 104 പനി വരും. പിന്നെ തീരെ ഗുരുതരമാണെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കുറയാൻ തുടങ്ങും. ഈ ശരീരത്തിൽ ഈ അണുബാധ കടന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിൻ്റെ വിഷങ്ങൾ ആണ് ടോക്സിൻ എന്ന് പറയും. ഇതുണ്ടാക്കുന്ന കെമിക്കൽസ് ബ്ലഡിൽ കടന്നു കഴിഞ്ഞാൽ BP കുറയാം, രക്തം അലിയാം, അങ്ങനെയൊക്കെ വരാം. അത് സീരിയസ് ആയിട്ടുള്ള അവസ്ഥയാണ്. തുടക്കത്തിൽ വയറിളക്കം മാത്രമേ കാണുള്ളൂ. വയറുവേദന, വയറിളക്കം, പനി, ഇത് മാഹിന്റെ റേഞ്ചിന്, ശബ്ദത്തിന് ചെറിയ തകരാറുണ്ട്. നമുക്ക് മറ്റ് പ്രേക്ഷകരിലേക്ക് പോകാം. അതിന് മുൻപ് ഡോക്ടർ, അപ്പോൾ ഈ സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്, ഇപ്പോൾ ഒരു പനി വരുമ്പോൾ, വയറിളക്കം വരുമ്പോൾ ആളുകൾ സ്വയം പ്രതിരോധം നോക്കും, അല്ലെങ്കിൽ ഒരു പുറത്തുനിന്നൊരു ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിക്കും. അത് എത്രത്തോളം അപകടമാണ്, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ, ഷിഗല്ലയൊക്കെ ഇങ്ങനെ പടരുന്ന സാഹചര്യത്തിൽ? വയറിളക്കം എന്ന് പറയുന്നത്, ഷിഗല വരുന്നത് വളരെ വളരെ കുറച്ച് ചെറിയ ശതമാനം ആൾക്കാർക്കാണ് ഷിഗലോസിസ് വരുന്നത്. അതുകൊണ്ട് അതിൽ വയറിളക്കം കണ്ട ഉടനെ കയറി പേടിക്കേണ്ട കാര്യമില്ല. ഈവൻ ഷിഗല്ല പോലും ഞാൻ പറഞ്ഞല്ലോ, ചില ഘടനയ്ക്ക് ഒരു മരുന്നും വേണ്ട, ശരീരം തന്നെ കൈകാര്യം ചെയ്യും. ധാരാളം വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക, പോവും. അത് അതായത് നമുക്ക് റെഡ് ഫ്ലാഗ്സ് എന്ന് പറയും. അതായത് ആപത്തുണ്ടാകാൻ സാധ്യതയുള്ള സൂചനകളാണ് കടുത്ത പനി, വയറുവേദന, മലത്തിൽ കൂടെ രക്തം, പഴുപ്പ്, ഇതൊക്കെ വരികയാണെങ്കിൽ ഷിഗല്ലയെ പറ്റി സീരിയസ്ലി ആലോചിക്കണം. ഇമ്മീഡിയറ്റ്ലി ആശുപത്രി എത്തിയിരിക്കണം. സാധാരണ നമ്മൾ മഴക്കാലത്ത് കാണുന്ന വയറിളക്കം മിക്കതും വൈറസ് കൊണ്ടാണ്. വെള്ളം പോലെ പോവും, 2-3 ദിവസം കൊണ്ട് തന്നെ അങ്ങ് സെറ്റിലാവും. അതുകൊണ്ട് ഉടനെ എല്ലാം ഷിഗല്ല എന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ സൈൻസ് ഉണ്ടെങ്കിൽ, ഈ 3 ഉണ്ടെങ്കിൽ ആശുപത്രി പോവുക, ഇമ്മീഡിയറ്റ്ലി പോവുക. നമ്മളിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞു, ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ കൊണ്ട് തന്നെയാണ് കൂടുതലും വലിയ തരത്തിൽ പനി പടരുന്നത്. അപ്പോൾ ഈ പനിയാണെങ്കിലും കോൾഡ് ആണെങ്കിലും ഒക്കെ വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ വരാതിരിക്കുന്ന സാഹചര്യം കുറവാണ്, എന്നാൽ പോലും വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം ഡോക്ടർ? ഷിഗല്ലോസിന് വരാതിരിക്കാൻ സാധ്യതയുള്ള മുൻകരുതൽ, കുടിക്കണ വെള്ളം പരമാവധി തിളപ്പിച്ച് ഉപയോഗിക്കുക. അതായത് ഈ സാലഡ് ഇതുപോലത്തെ ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. അതായത് വേവിക്കാത്ത ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. പിന്നെ അധികകാലം സൂക്ഷിച്ച്, അതായത് ഈച്ചകൾ വന്ന് പടിയാൻ സാധ്യതയുള്ള ഫുഡ് ഒഴിവാക്കാൻ നോക്കുക. നമ്മളിവിടെ തട്ടുകട ഇതുപോലെ ഓപ്പണായിട്ട് ഒരുപാട് ആഹാര പദാർത്ഥങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കഴിക്കാതിരിക്കുക. ഏതെങ്കിലും ഈച്ച അവിടെ വന്നിരുന്നിട്ടൊന്നും നമുക്കറിയത്തില്ല. ഇതായിരിക്കും മെയിൻലി ഉള്ളത്. പിന്നെ ശുചിത്വം, സാനിറ്റേഷൻ, അതായത് നമ്മൾ തന്നെ ശുചിയായിട്ട് എല്ലാ പ്രാവശ്യവും കൈ കഴുകുക. 20 സെക്കൻഡെങ്കിലും കൈ സോപ്പിട്ട് കഴുകിയ ശേഷം ആഹാര പദാർത്ഥത്തിൽ തൊടുക. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഷിഗല്ല ഒഴിവാക്കാൻ പറ്റും. പിന്നെ മറ്റു പനികളെ പറ്റി, ഡെങ്കിപ്പനിയൊക്കെ ആണെങ്കിൽ അതിലേക്ക് നമുക്ക് വരാം ഡോക്ടർ. അതുകൊണ്ട് നമുക്കൊരു പ്രേക്ഷകയുണ്ട്, അഞ്ജലിയാണ് തൃശ്ശൂരിൽ നിന്ന്. അഞ്ജലി, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, പറയൂ. എനിക്ക് ചെറിയ കുട്ടിയുണ്ട്. അപ്പൊ നമുക്ക് കുട്ടികളിൽ എങ്ങനെയാ ഷിഗല്ല വരുമോ? കുട്ടികൾക്കും വരാം, ആർക്ക് വേണേലും വരാം. 7 മന്ത് ആയിട്ടുള്ള ബേബിക്ക്. അത് നിങ്ങൾ 7 മന്ത് ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ ഉള്ളോ? ഏതാ? മുലപ്പാൽ മാത്രമേ കൊടുക്കുന്നുള്ളോ? ഇപ്പൊ നമുക്ക് 7 മന്ത് ആയപ്പോ ഞാൻ കുറുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ
ഇത് കുറുക്ക് കുറച്ച് ചോറ് അങ്ങനെയൊക്കെ ഇത്തിരി ഇടവിട്ട് കൊടുക്കാറുണ്ട്. അത് നിങ്ങൾ വളരെ ശുചിത്വത്തോടുകൂടെ ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കി, അതായത് നിങ്ങൾ ആഹാരം പാല് കലക്കാനോ അല്ലെങ്കിൽ കുറുക്കാനോ ഒക്കെ പോകുമ്പോൾ കൈ കൊണ്ട് കൈകാര്യം ചെയ്യാതെ കഴിയുന്നതും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത സ്പൂൺ കൊണ്ടോ അതുപോലെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഷിഗല്ല കയറി പിടിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതെല്ലേ. നമുക്ക് ഈ കുട്ടികളിൽ എങ്ങനെയാ അത് അറിയാം? എല്ലാവർക്കും ഒന്നുപോലെ തന്നെ സിംറ്റം വരുന്നത് വയറിളക്കമായിട്ട് തന്നെയാണ് വരുന്നത്. ഈ 7 മാസമായ കുഞ്ഞായതുകൊണ്ട് നിങ്ങൾ വയറിളക്കം വരികയാണെങ്കിൽ ഷിഗല്ല ആണോ അല്ലയോ എന്ന് ആലോചിക്കാതെ അപ്പം തന്നെ ഡോക്ടറെ കാണിക്കുക. എന്തെന്ന് വെച്ചാൽ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറവാണ്, പിള്ളേർക്ക് പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിച്ചിട്ട് എടുക്കുക. നമ്മൾ സാധാരണ പറയാറുണ്ട് വയറിളക്കം ഉണ്ടെങ്കിൽ ORS കുടിച്ച് നോക്കുക, ശരിയാവുമെന്ന് നോക്കുക. അങ്ങനത്തെ ഇത് 7 മാസമായ കുഞ്ഞിനടുത്ത് വേണ്ട, ഇമ്മീഡിയറ്റ് കാണിക്കുക. ശരി അഞ്ജലി, വളരെ നന്ദി വിളിച്ചതിന്. അഞ്ജലി തൃശ്ശൂരിൽ നിന്നാണ് വിളിച്ചത്. ഡോക്ടർ, നമ്മളപ്പോൾ പനിയെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്, അത് പൂർത്തിയാക്കാം ഡോക്ടറിന്. അല്ല, ഈ നമ്മൾ കാണുന്ന പനി ഈ ഡെങ്കിപ്പനിയാണ് സാധാരണ കാണുന്നത്. അത് ഒഴിവാക്കാൻ ബേസിക്കലി ഡെങ്കിപ്പനി എങ്ങനെയാണ് വ്യാപിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അത് ഏഡിസ് ഈജിപ്തി എന്നൊരു കൊതുകുണ്ട്. അതുകൊണ്ടാണ് അത് കടിക്കുമ്പോൾ, അതായത് ഒരു ഡെങ്കിപ്പനിയുള്ള ആളിനെ ഈ കൊതുക് കടിച്ചു കഴിഞ്ഞാൽ ഒരു 5 ദിവസം കഴിയുമ്പോൾ ആ കൊതുവിൻ്റെ ശരീരത്തിൽ മുഴുവൻ ഈ വൈറസ് കാണും. അത് കഴിഞ്ഞ് ഈ കൊതുക് ആരെ കടിക്കുന്നോ അവർക്കെല്ലാം ഡെങ്കിപ്പനി കിട്ടും. അതായത് ആ കൊതുക് സാധാരണ ഈ ഒരു ഡെങ്കി വൈറസുള്ള ഒരു കൊതുക് ഒരു 3 തൊട്ട് 4 ആഴ്ച വരെ ജീവിച്ചിരിക്കും. ആ 4 ആഴ്ചയും അത് വേണമെങ്കിൽ ആ അസുഖം അടുത്ത ആൾക്ക് കൊടുക്കാം. അത് കൊതുക് കൊട്ടുന്ന സമയത്ത് സലൈവ അതിനകത്ത് ഇഞ്ചെക്റ്റ് ചെയ്യും. അതിൽ കൂടെയാണ് ഈ വൈറസ് കയറുന്നത്. അത് കൊതുകിനെ ഒഴിവാക്കുക മാത്രമേ ഉള്ളൂ വഴി. അതായത് ഈ പ്രത്യേക ടൈപ്പ് കൊതുക് ക്ലിയർ വാട്ടർ, അതായത് നല്ല വെളുത്ത അഴുക്കുള്ള വെള്ളമല്ല, അഴുക്കില്ലാത്ത വെള്ളത്തിലാണ് ഇത് വളരുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ചിരട്ട, ടയറ്, ഇലകൾ ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധനങ്ങൾ ഈ സാഹചര്യത്തിൽ ഉണ്ടാകാതിരിക്കാൻ നോക്കുക. പരിസരത്ത് ഒരുപാട് ചെടിയും കാട് പിടിച്ചിരിക്കുന്നിടത്തുമൊക്കെ ഇത് ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് ആ ഇടത്ത് ശുചിത്വം, ആ വീട് ചുറ്റുമുള്ള ശുചിത്വമാണ് പ്രാഥമികമായിട്ട് വരുന്നത്. പിന്നെ നെറ്റൊക്കെ ഉപയോഗിക്കാം. നെറ്റ് ഉപയോഗിച്ചിട്ട് അതിനകത്ത് കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ്. കറക്റ്റായിട്ട് മസ്കിറ്റോ നെറ്റോ, പിന്നെ റിപ്പല്ലൻസ് എന്ന് പറഞ്ഞ് കുറേ സാധനമുണ്ട്. പുരട്ടിക്കഴിഞ്ഞാൽ ഈ വേപ്പിൻ്റെ എണ്ണ അതുപോലെ കുറേ സാധനങ്ങളുണ്ട്. അതും കൊതുകടി ഒഴിവാക്കാൻ നോക്കാം. പക്ഷേ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ പനി വരികയാണെങ്കിൽ വേറെ സിംറ്റംസ് ഒന്നുമില്ല, അതായത് പേഷ്യൻറ്റിന് മൂക്കൊലിപ്പോ, തൊണ്ടവേദനയോ വയറിളക്കമോ ഒന്നുമില്ല, കടുത്ത പനി 2-3 ദിവസം തുടരുകയാണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ശരി ഡോക്ടർ, നമുക്കൊരു പ്രേക്ഷകനുണ്ട്, കർത്തനാണ് മലപ്പുറത്ത് വന്ന്. കർത്തൻ ചോദിച്ചോളൂ. സാർ, ഈ വയറിളക്കമായിട്ടാണോ രോഗങ്ങൾ ആൾക്കാർക്ക് വരുന്നത്? വയറിളക്കം ഒരു രോഗമാണ്. ഉദ്ദേശം മനസ്സിലായില്ല. വയറിളക്കം എന്തുകൊണ്ടെന്നാണ് മാഡം? വയറിളക്കാണ് പഴയ തലമുറക്കെ കൊല്ലത്തിൽ 2 പ്രാവശ്യം വയറിളകിനും അവർക്ക് ഈ പകർച്ചവ്യാധി ഇങ്ങനെ പകരുന്നില്ലല്ലോ. ഒന്നും കൂടെ വ്യക്തമാക്കാമോ ചോദ്യം? ഡോക്ടർക്ക് മനസ്സിലായിട്ടില്ല. അതന്നെ ഈ ഇങ്ങനെ പകർച്ചവ്യാധി വരുന്നത് അറിഞ്ഞുകൂടിയ ഭക്ഷണങ്ങൾ തിന്നിട്ട് വയറിളക്കായിട്ടല്ല എന്റെ ചോദ്യം. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ അസുഖം ഉണ്ടാക്കുന്ന അണുക്കൾ, വൈറസ് ആയാലും ശരി ബാക്ടീരിയ ആണെങ്കിലും ശരി ഉണ്ടെങ്കിൽ അത് ആവശ്യത്തിന് അളവ് ശരീരത്തിൽ കുടലിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അണുബാധ ഉണ്ടാവും. അതല്ലാതെ മാഡം പറഞ്ഞു എനിക്ക് അത്ര വ്യക്തമായില്ല. എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് വരുന്നത്? വർഷത്തിൽ 2 പ്രാവശ്യം വരുമെന്ന് പറയുന്നതല്ല. അതാ അമ്മ പറയണത് ഈ വർഷത്തിൽ 2 പ്രാവശ്യം വയറിളക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ, അതുകൊണ്ട് ക്ലിയർ ആവുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ശരി, അപ്പോൾ എന്തായാലും കർത്തൻ്റെ കോള് കട്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് സംശയം മനസ്സിലായിട്ടുണ്ടാവും, നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ചോദ്യം മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഡോക്ടർ, അപ്പോൾ നമ്മൾ ഈ പ്രത്യേകിച്ചും സ്കൂളുകൾ, ഹോസ്റ്റലുകൾ, ജോലി സ്ഥലങ്ങൾ, അംഗനവാടികൾ, ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ കുട്ടികൾ ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഇടങ്ങളിൽ ഇങ്ങനെ അസുഖം വ്യാപിക്കാതിരിക്കാൻ എന്തൊക്കെയാണ് സ്കൂൾ അധികൃതരടക്കം ശ്രദ്ധിക്കേണ്ടത്? അവരോട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? സ്കൂൾ അധികൃതർ ഓവർ ക്രൗഡിങ്, അതായത് കൂടുതൽ ആളുകൾ ഒരുമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ നോക്കുക പരമാവധി. ഇത് ഓരോ അസുഖത്തിനുമാണ്. ഈ ഡെങ്കിയുടെ ആണെങ്കിൽ കൊതുക് കയറാതിരിക്കുന്ന പ്രൊട്ടക്ഷൻ ഹോസ്റ്റലിൽ കൊടുക്കുകയാണെങ്കിൽ ഡെങ്കി വരാൻ സാധ്യത വളരെ കുറവാണ്. കുറേയൊക്കെ നമുക്ക് അത് വെച്ച് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ ഈ ആഹാരം വഴി, അതായത്
മറ്റേ ഷിഗല്ലോസിസ്, ടൈഫോയിഡ് ഇതുപോലത്തെ അസുഖങ്ങൾ, ഇപ്പോൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ വരുന്നുണ്ട്. ഇപ്പോൾ കുറേ മഴ വന്നതിന് ശേഷം കുറേ രോഗികൾ ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തമായിട്ടൊക്കെ വരുന്നുണ്ട്. അതൊക്കെയാണെങ്കിൽ ഫുഡ് വഴിയാണ് വരുന്നത്. അപ്പോൾ ഫുഡ് ഹാൻഡിലേഴ്സ് എന്ന് പറഞ്ഞാൽ, അതായത് അവിടെ ഹോസ്റ്റലിൽ ആഹാര പദാർത്ഥം ഉണ്ടാക്കുന്നവർ വൈദ്യപരിശോധന നടത്തുകയും അവർക്ക് വേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ശരി, അഖിൽ എന്നൊരു പ്രേക്ഷകൻ കൂടി ഉണ്ട് ചടയമംഗലത്ത് നിന്ന്. അഖിൽ, ചോദിച്ചോളൂ ഡോക്ടറോട്. സർ പറയൂ. ഹലോ. പറഞ്ഞോളൂ, കേൾക്കാം. സർ, ഞാൻ ഒരു ഫാർമസിസ്റ്റും ഒപ്റ്റോമെട്രിസ്റ്റും ആണേ. എന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാല് എനിക്ക് പോളി ഡിസീസ് ഉണ്ട് സാർ. 10th ആകുമ്പോൾ എടുക്കും, ക്ഷമിക്കണം. പോളിന്യൂറോപ്പതി ഡിസീസ് ഉണ്ട്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്റെ വൈഫായ ഡോക്ടറും കൂടെയാണ്. പുള്ളിക്കാരിക്ക് ട്യൂബറൽ സ്ക്ലെറോസിസ് എന്ന് പറഞ്ഞൊരു ജനറ്റിക് ഡിസോർഡർ ഉണ്ട്. അപ്പോ ഇമ്മ്യൂണോ സപ്രസൻസ് ആണ് നമ്മളിപ്പോ കൊടുക്കുന്നത്. അപ്പോ എനിക്ക് ഒത്തിരി പേഷ്യൻസിനോട് കോണ്ടാക്ട്സ് ഉള്ളതുകൊണ്ട് ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ടല്ലേ പിന്നെ എനിക്ക് ഇപ്പൊ നിപ്പയാണെങ്കിലോ ഷിഗല്ലയാണെങ്കിലോ ഒക്കെ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോ ഈ സമയത്ത് ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്റെ വൈഫിന് കുഴപ്പം വരുമെന്നാണ് എന്റെ ഡൗട്ട്. നിങ്ങൾ വല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ്. സ്വന്തം വൈഫിനാണ് പ്രതിരോധ ശക്തി കുറവ്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. പ്രതിരോധ ശക്തി കുറഞ്ഞവർക്ക് ഏത് ഇൻഫെക്ഷൻ അണുബാധ വന്നാലും വളരെ ഗുരുതരമാവാൻ സാധ്യതയുണ്ട്. പിന്നെ കുറേയൊക്കെ ഷിഗല്ല ഒന്നും 8-10 ദിവസമൊന്നും എടുക്കില്ല. ഷിഗല്ല 3-4 ദിവസത്തിൽ വയറിളക്കം ഉണ്ടാക്കും. പിന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് ഷിഗല്ല കോണ്ടാക്ട്, അതായത് വയറിളക്കമുള്ള പേഷ്യൻസുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ 2-3 ദിവസം സൂക്ഷിക്കുക ചെയ്യാം. പിന്നെ ഡെങ്കിപ്പനി പോലത്തെ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കൊതു വഴിയാണ് വരുന്നത്. പിന്നെ അതേപോലെ ആഹാര പദാർത്ഥം കൊണ്ട് വരുന്നതിനൊക്കെ ശുചിത്വം പാലിക്കുക, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സ്വന്തം ഭാര്യയെ കൊണ്ട് ഒളിച്ചിരിക്കാൻ പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വീട്ടിൽ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് ഡീൽ ചെയ്യുക, അതേ ഉള്ളൂ. അതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാൽ ഇമ്മീഡിയറ്റ്ലി ആശുപത്രിയിൽ പോവുക. ഭാര്യയെ, നിങ്ങളെല്ലാം ഞാൻ പറഞ്ഞു, ഭാര്യയെ ഉടനെ തന്നെ ആശുപത്രി കാണിക്കുകയും വേണ്ട പരിശോധന ചെയ്താൽ നമുക്കത് ചികിത്സിക്കാൻ പറ്റും. ശരി, വളരെ നന്ദി അഖിൽ ഞങ്ങളോട് സംസാരിച്ചതിന്, താങ്കളുടെ സംശയം ചോദിച്ചതിന്. ഡോക്ടർ, അപ്പോൾ നമ്മുടെ ഹെൽത്ത് ടോക്കിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവാൻ പോവുകയാണ്. ഒരുപാട് നന്ദി ഡോക്ടർ നമ്മളോട് സംസാരിച്ചതിന്, നമ്മുടെ പ്രേക്ഷകരുടെ സംശയങ്ങൾ പൂർണ്ണമാക്കി കൊടുത്തതിന്. അപ്പോൾ ഒരുപാട് നന്ദി ഡോക്ടർ. താങ്ക് യു സോ മച്ച്.